നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നത് കൊക്കാത്തോട് നെല്ലിക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസത്തെ ഫ്ലഡുകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഉരുളുപൊട്ടൽ, അതിൻ്റെ ഭീകരതയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. വളരെ സങ്കടമുണ്ട്. കാര്യം നമ്മുടെ മലയോര കർഷകരുടെ ഓരോ അവസ്ഥകളെ കൊണ്ടങ്ങ് പാറയുടെ മണ്ടയ്ക്കൊന്ന് പൊട്ടിയാണ് വെള്ളം പൊട്ടി ഇവിടെ വന്ന്. ഈ ചേട്ടൻ്റെ വീടൊക്കെ ഇതാണ് ചേട്ടൻ. അതുകൊണ്ട് ഈ ചേട്ടൻ്റെ വീടൊക്കെ തന്നെയാണല്ലോ ഇതിൻ്റെ സൈഡ്. ഇവിടെ വല്ല റൂം വല്ലതും ഉണ്ടായിരുന്നോ? ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ വരെ അല്ലേ? ഇവിടെ വരെ ഉണ്ടായിരുന്നു, ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇറക്കിയത് മൊത്തം അടിച്ചെടുത്തു. അന്ന് രാത്രി ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛൻ താഴെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛൻ ഇദ്ദേഹമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മയാണ് നിൽക്കുന്നത്. അമ്മ വന്നേ, അമ്മയുണ്ട്. അപ്പോൾ ആ വീട്ടിലാരും ഉണ്ടായിരുന്നോ? ഒരമ്മയുണ്ടായിരുന്നു. അവിടെ വേറെ ആരുമില്ല? ആ വീട്ടിൽ അപ്പുറം താമസമുണ്ടല്ലേ? അപ്പോൾ രാത്രിയിലെ സൗണ്ട് എങ്ങനെയായിരുന്നു? രാത്രി ഒരു എരപ്പും ഒരു ഇതെല്ലാം കൂടെ കേട്ടു. ഞങ്ങൾ ഇത് തുറന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം കൂടെ അടിച്ചു പൊളിച്ച് ഭയങ്കര സൗണ്ടായിരുന്നു അല്ലേ? ആ, ഭൂമി കുലുക്കുന്നേരം ഉണ്ടായിരുന്നു. എത്ര മണിക്കായിരുന്നു അമ്മേ? 3:30 ആയി കാണും അല്ലേ? ഇതിപ്പോൾ എത്ര ഏക്കർ ഭൂമി, എത്ര പേരുടെ പറമ്പായത്? ഇത് 2 പേരുടെ. ഏകദേശം എത്ര ഏക്കർ ഉണ്ട് ഇത്? പോയി കാണുമെന്ന് ഏകദേശം ഒരു ഐഡിയ? ഏകദേശം എല്ലാം കൂടെ ഒരു 4-5 ഏക്കർ പോയി കാണും. അതിമേളിൽ പോയി കാണും. പോയോ? അത്രയും. എന്നാലും ഒരു 3-4 ഏക്കർ. ഇനി താഴോട്ട് അതുപോലുണ്ടല്ലേ? എല്ലാം പോയി. അത് നിങ്ങളുടെ പറമ്പാ? അവരുടെ നിങ്ങളുടെ കൃഷിയാണ്? എന്ത് കൃഷിയായിരുന്നു? ഞങ്ങൾക്ക് കുരുമുളകും തെങ്ങും കൊക്കോയും ഒക്കെ മാങ്കുസ്തി ഇതൊക്കെ ഉണ്ടായിരുന്നു. വാനില് ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ സൈഡിലോട്ട് ഇനി ഉണ്ടോ? ഇല്ല, ശകലമുണ്ട്. ഇവിടെ ഒരു ആട്ടും കൂടെ ഉണ്ടായിരുന്നു. അവിടെ 2-3 തെങ്ങുണ്ടായിരുന്നു. ആടോ? ആടില്ലായിരുന്നു. കോഴി ഉണ്ടായിരുന്നു. എല്ലാം 250 കിലോ ഷീറ്റ്, അതിൻ്റെ ഒട്ടുപാല് അതെല്ലാം വെള്ളത്തെ പോയി, വാഷ് ഔട്ടായി. ഒരു ജീവിതകാലത്തെ മൊത്തം അധ്വാനം, സമ്പാദ്യങ്ങളെല്ലാം എല്ലാം തീർന്നു. അപ്പോൾ എന്തായാലും വളരെ സങ്കടം തോന്നുന്നു. നമ്മൾ വളരെ കഷ്ടം. കാര്യം ഞാനിപ്പോൾ കയറി വന്നപ്പോൾ എൻ്റെ ദേഹം മൊത്തം കണ്ടോ, പുറം നോക്കി ഫുള്ള് വേർത്തൊലിച്ച്. കാര്യം അത്ര കഷ്ടപ്പെട്ടാണ് ഇവർ ഈ മല കയറി വന്ന് ഇവിടെ വന്ന് കൃഷി ചെയ്ത് ഈ സാധനം മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് അന്നം കഴിക്കുന്നത്. ഈ സാധനം ഓരോ ബൈ പ്രൊഡക്റ്റായിട്ട് ഓരോരുത്തരുടെ വീടുകളിലേക്ക് ചെല്ലുന്നത്. ഈ നമ്മൾ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഓരോരുത്തർ വണ്ടിയുടെ ടയർ, റബ്ബർ, അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഇതാണ്. ഇവരുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട്. നോക്കി, അതിഭീകരമായിട്ടുള്ള കാഴ്ചയാണ്. അതൊക്കെ ഇനി എങ്ങനെ ഇതൊന്ന് തിരിച്ച് കരകയറി വരാനാണെന്നുള്ള ഐഡിയ. അങ്ങോട്ടും അല്ലേ? അവിടെ വേറെ വലിയ നാശനഷ്ടം വീട് ഏറെ വല്ലാത്തൊരു റബ്ബറും കാര്യങ്ങളും പോയി അല്ലേ? എല്ലാം പോയി. ഇത് ഈ ഇലക്ട്രിക് ഇത് വീട്ടിലെ സോളാറിൻ്റെ ആയിരുന്നു അല്ലേ? കറണ്ട് മിക്കവാറും കട്ടല്ലേ? കറണ്ട് കെട്ടാ മിക്കവാറും. കുഴപ്പമില്ല, മരങ്ങൾ ഇതുകൊണ്ട് പൊടിഞ്ഞു വീണ് കറണ്ട് പോയി കഴിഞ്ഞാൽ അവർ പാരാത്രിക്ക് വരാൻ ഒന്നും ചെയ്യാതെ. ഇപ്പൊ കറണ്ട് ഉണ്ടോ? ഇപ്പൊ കറണ്ട് 2 പോസ്റ്റ് പോയി. താഴെ ഇപ്പോഴും അങ്ങേ കരക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. എടുത്തു പോരെ? അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പൊന്നോ, അതിഭയങ്കര കാഴ്ചയാണ്. എൻ്റെ ദൈവമേ, നമ്മളൊക്കെ ദൈവം സത്യം പറഞ്ഞാണല്ലോ, ആർക്കും ഒരാപത്തും വരാഞ്ഞത്. സാധനമൊക്കെ പോയി, പക്ഷേ ഉണ്ടാക്കാതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും, ഭരണഭാഷയായാലും പ്രതിപക്ഷമായാലും എല്ലാവരും, രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ല, എല്ലാവരും വന്നു. താഴോട്ടുള്ള കാഴ്ച നോക്കി. ഇവിടെ നിന്നുള്ള ഭീകരത. ഇവിടുന്ന് ചെന്ന് വെള്ളം ചെന്ന് അടിക്കുന്നത് നേരെ അങ്ങോട്ടാണ് ചെന്ന് അടിക്കുന്നത്. അടിച്ചിട്ട് അവിടുന്ന് തിരിഞ്ഞു പോയി അല്ലേ? ഇവിടുന്ന് വെള്ളം കേട്ടോ, ഇവിടുന്ന് മേലിൽ പൊട്ടി അവിടെ ചെന്ന് അടിച്ചു. കയറിയിട്ട് അങ്ങോട്ടങ്ങ് പോയി, കുത്തിപ്പോയി അല്ലേ? ഭയങ്കരം. ഇവിടെയൊക്കെ വന്നവർ ഇത് ആ ചൂരൽമല പോലെ തന്നെ ഏകദേശം, പക്ഷെ ആർക്കൊന്നും വന്നില്ല. അത് തന്നെ വലിയ ദൈവാധീനം എന്ന് വേണം പറയാം. ഓക്കെ, ഭയങ്കര വല്ലാത്ത കാഴ്ച തന്നെ. അതിന് തന്നെ ഇങ്ങോട്ട് തന്നെ ഉണ്ടോ? ഭയങ്കര വല്ലാത്ത കാഴ്ച തന്നെ. ഇവിടെ കുന്നോളം കല്ലും മണ്ണും എല്ലാം കൂടെ വന്ന് നിറഞ്ഞു കിടക്കുമായിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ വന്ന് വെട്ടി മാറ്റി ഇത്രയും ഞങ്ങൾക്ക് സൗകര്യം ഒരുക്കി കല്ലൊക്കെ ഒന്ന് പറഞ്ഞു കിടന്നതാണ്. ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക. അയ്യോ, ഭയങ്കര
ഇവർ പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞില്ലേ ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. അതായത് പുള്ളി ഷീറ്റ് അവരുടെ ഇനിയിപ്പോൾ ഇതേ മാത്രമേ ഉള്ളൂ അല്ലേ, ഈ ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ. ഉണ്ടോ, ഇത്രയും നാളത്തെ അധ്വാനം അല്ലേ ഏട്ടാ, ഇത്രയും നാളത്തെ അധ്വാനം അല്ലേ, മൊത്തം പോയി ഉണ്ടോ. പുള്ളി അവർ അധ്വാനിച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്ന ഒട്ടുപാല. ഇനിയും എന്തുമാത്രം ഉണ്ട് കൃഷി? ഇനി കുറച്ച് തൈമരം മാത്രമേ ഉള്ളൂ. തൈമരം മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി എത്ര വർഷം അത്? അത് 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ. കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നും. എല്ലാവരും വന്നു കണ്ടു കേട്ടു പോവും, പക്ഷേ ഇവർ തന്നെ വീണ്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനി അത് തന്നെ ഇത് കഴിഞ്ഞിട്ടും. എന്തായാലും അവിടെ CCFൻ്റെ നല്ലൊരു ഫോറസ്റ്റിലെ ഒരു സാറാണ്. CCFൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. പുള്ളി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ അവസ്ഥകളൊക്കെ അന്വേഷിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ.